നമസ്കാരം. കോൺഗ്രസിലെ ഏറ്റവും വലിയ ഒരു പൂവൻ കോഴിയായി രാഹുൽ മാങ്കൂട്ടം മാറിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടിക്കടി കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന രാഹുലിനെ എടുത്ത് പുറത്തേക്കെറിയാൻ പലതവണ നേതാക്കൾ ഓരോ ശ്രമങ്ങളും നടത്തിയതാണ്. അപ്പോഴെല്ലാം ഒരു കവചം പോലെ വി സതീശൻ രാഹുലിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വയനാട് ഫണ്ട് തട്ടിപ്പ് നടന്ന സമയത്തും എല്ലാ നേതാക്കളിലും രാഹുലിനെതിരെ നിന്നപ്പോൾ വി സതീശൻ രക്ഷകനായി വന്നു. കൂടാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും രാഹുലിന്റെ പക്വതയില്ലാത്ത ആ വൺ മാൻ ഷോ വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയായപ്പോൾ തന്നെ വി സതീശന് ഒരു കാര്യം മനസ്സിലായി. ഇനി രാഹുലിനെ സപ്പോർട്ട് ചെയ്താൽ പണി കിട്ടുമെന്ന്. അതുകൊണ്ടാണ് അന്നു മുതൽ രാഹുലിനെ പാർട്ടി കൈവിട്ടു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞാലോ, അതായത് പാർട്ടിയിൽ നിന്നും ഡിസ്മിസ് ചെയ്താലോ എന്നൊരു തോന്നൽ വി സതീശന്റെ മനസ്സിലുണ്ട്. കാരണം ഈ വർഷം അവസാനത്തോടെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം പകുതിയോടെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അടക്കം രാഹുലിന്റെ ഈ പെണ്ണ് വിഷയം കോൺഗ്രസിനെ വല്ലാതെ അല്ല ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം അത്രയ്ക്ക് നാണക്കേടാണ് കോൺഗ്രസിൽ ഉണ്ടാവുന്നത്. തകർന്നിരിക്കുന്ന ആ കോൺഗ്രസിനെ ഒരു വലിയ രീതിയിൽ അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും കുറച്ച് നേതാക്കളുടെ ഒരു ശ്രമത്തിൽ കുറഞ്ഞു പൊക്കിക്കൊണ്ടുവരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കലം ഇപ്പോൾ അടിച്ചു ഉടച്ചിരിക്കുന്നത്. പാർട്ടിയിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പടയൊരുക്കം ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല അടക്കം മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പന്ത് വി സതീശന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തത്. അതായത് ഇനി വി സതീശൻ ഒരു തീരുമാനമെടുക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പദവി വഹിക്കണോ, പാർട്ടിയിൽ തന്നെ വേണോ, അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റ് പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കണോ എന്നത്. പെണ്ണ് കേസുകളിൽ സമീപകാലങ്ങളിലടക്കം കോൺഗ്രസിന് ചീത്തപ്പേര് കൂടുതലാണ്. അത് പണ്ട് മുതൽ തന്നെയും ഇപ്പോഴും. രാഹുലിന്റെ വിഷയം ഹൈക്കമാൻഡ് അറിഞ്ഞതോടെ ഇനി ഒരു ചർച്ചയും ചെയ്യേണ്ട, രാഹുലിനെ ആ എല്ലാ പദവിയിൽ നിന്നും മാറ്റിക്കോളാൻ AICCയിൽ നിന്നും പൊടുന്നതിനെയാണ് ഒരു നിർദ്ദേശം എത്തിയത്. അങ്ങനെ കട്ടക്കലിപ്പിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. കാരണം ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആറ്റം ബോംബുമായി ചെന്ന ആറ്റം ബോംബ് നിർവീര്യമായി പൊട്ടിപ്പാളിശായി അതിന്റെ നാണക്കേടിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങ് കേരളത്തിൽ ഒരു പെൺ വിഷയത്തിൽ ആകെ കോൺഗ്രസ് നാണം കെട്ട് തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കഴുത്തിനെ പിടിച്ച് പുറത്തേക്ക് എറിയാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതോടെ KPCC അടക്കം ഉടൻ രാഹുൽ ഗാന്ധി രാജിവെക്കുമെന്ന് ഒരൊറ്റ സന്ദേശമാണ് അങ്ങ് ദില്ലിയിലേക്ക്, അതായത് AICC ആസ്ഥാനത്തേക്ക് അയച്ചു കൊടുത്തത്. അതോടെയാണ് രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത പുറത്തുവിട്ടത്. മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദ സന്ദേശവും ചാറ്റുകളുമെല്ലാം വിരൽ ചൂണ്ടുന്നത് രാഹുലിന് നേർക്കാണ്. കാരണം ഇത് തെളിവില്ല, എന്റെ ഇമേജ് തകർക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറയാൻ ഇനി രാഹുലിനെ പറ്റില്ല. കാരണം വ്യക്തമായ ശബ്ദ സന്ദേശവും ചാറ്റുകളെല്ലാം രാഹുലിന് നേർക്കാണ്. ആ ഒരു തെളിവാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് ഒരു തലവേദന ഉണ്ടാകും. രാഹുലിന്റെ MLA ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്നൊരു സന്ദേശമാണ് പാർട്ടി നൽകുന്നത്. അതായത് അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് സ്ഥാനാർത്ഥിയായിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ടോ കോൺഗ്രസ് നിർത്തില്ല എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതുപോരാ, രാഹുലിനെ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെപ്പിക്കണം എന്നൊരു നിലയിലാണ് മറ്റു നേതാക്കൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പെണ്ണ് വിഷയം ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനു മുന്നേ രാഹുലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവള്ളിയാകും, അല്ലെങ്കിൽ ഒരു നേട്ടമാകും, ഒരു ആശ്വാസമായി മാറും. പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ആരോപിച്ച് നടി റിനി ആൻ ജോർജ് ആണ് ബുധനാഴ്ച ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണങ്ങളെങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശം അത് വലിയ രീതിയിൽ ഒരു കത്തിക്കേറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതോടെ രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമായത്. കൂടാതെ എല്ലാ കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രക്ഷകനായി എത്തിയ വി സതീശൻ പറഞ്ഞത് രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചുകൊണ്ട് തന്നെ ഒരു നടപടിയെടുക്കും, ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കില്ല എന്നാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ KPCCയുടെ ഏതെങ്കിലും പരിപാടിയായിരുന്നാലും കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പരിപാടിയായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലെ അക്ഷരാർത്ഥത്തിൽ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കളും അണികളും എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ
എടുത്ത് കളയുക, അവോയ്ഡ് ചെയ്യുക എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.